ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ തകർന്നിരിക്കുന്നവരാണോ, അല്ല കരഞ്ഞിരിക്കുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ എല്ലാം മതിയായി ഇനിയൊന്നും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് ചിന്തിക്കുന്നവരാണോ? തീർച്ചയായിട്ടും കെയർഫുള്ളി ആയിട്ട് നിങ്ങളിത് കേട്ടു നോക്കാം കേട്ടോ. ഒരിക്കലും നിങ്ങളുടെ ലൈഫിൻ്റെ എൻഡ് ഇപ്പോഴല്ല. നിങ്ങൾ ഒരുപാട് സക്സസ് ആയിട്ടുള്ള വ്യക്തികളെ കണ്ടിട്ടില്ലേ? അവർ കരഞ്ഞിട്ടുണ്ട്, അവർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒന്നിനെയും നോ എന്ന് പറയാതെ അടുത്തൊരു സ്റ്റെപ്പ് അവർ എടുത്തു വെച്ചതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലെല്ലാം അവർ ഒന്നും ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാനും അവർ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനും പറ്റിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഡ്രീംസ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഒന്നിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും അതിൽ നിങ്ങൾ തകർന്നു പോണതും അല്ലേ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ. നമ്മുടെ ആരും ഡ്രീംസ് അത്ര പെർഫെക്റ്റ് അല്ല. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്, അത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സ്കില്ലിൻ്റെ ആവശ്യമുണ്ടല്ലേ. അപ്പം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ സ്കില്ല് എനിക്ക് വളരെ ഇല്ല, അല്ലെങ്കിൽ അത് കുറവാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ വീണു പോയതെന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഡ്രീം പെർഫെക്റ്റ് ആവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? കൺസിസ്റ്റൻ്റ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അതിനുള്ള മനസ്സുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം വിജയം കാണാൻ പറ്റും. വിജയിച്ചവരാരും തോറ്റിട്ടില്ല എന്ന് വിചാരിക്കരുത്. അവർക്ക് ഒരുപാട് തോറ്റിട്ടാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവരാരും തോറ്റ സമയങ്ങളിൽ ഒരിക്കലും അവർ ക്വിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ മതിയാക്കാണ്, എനിക്ക് മതി എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ വിന്നേഴ്സ് ആരും ഇന്ന് ഈ ലോകത്ത് ഉണ്ടാവില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിന് ഒന്നും നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ സെൽഫിനെ ബിലീവ് ചെയ്യുക, എന്നിട്ട് നെവർ ഗിവ് അപ്പ്. ഞാൻ ഒരിക്കലും തിരിച്ചൊന്നിലേക്കും പോവില്ല, ഞാൻ എന്തായാലും ഇത് നേടിയെടുക്കും എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാത്തിനും ഉപരി കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വലിയ കീ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തകർന്നു പോയിട്ടുണ്ടാവും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ സ്കില്ല് അപ്പോൾ നമ്മൾ ഡെവലപ്പ് ആവും. അതേപോലെ തന്നെ നമ്മുടെ ഡ്രീമും പെർഫെക്റ്റ് ആയി തുടങ്ങും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം പഠിക്കുകയാണ്, അതിനെപ്പറ്റി അറിയാണ്, അതിനെപ്പറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയി തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുമ്പിലേക്ക് വിജയങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും.